സർ ഒരു ഇൻട്രൊഡക്ഷൻ തരണോ? ഓസി എന്ന് വിളിക്കുന്നുണ്ട്, അമ്മു എന്ന് വിളിക്കുന്നുണ്ട്, ഹൻസു എന്ന് വിളിക്കുന്നുണ്ട്. എന്നെ ആരും വിളിക്കാറില്ല. അതെന്താ അമ്മ പറയും അമ്മയ്ക്ക് ഇഷാനി എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. പിന്നെ വേറെ പേരൊന്നും ഇട്ടില്ല. അത്രയും നല്ല പേരിരിക്കുമ്പോ എന്തിനു വേറെ പേര് എഴുതണം? സത്യാവസ്ഥ അതൊന്നും അല്ല. മൂന്നാമത്തെ കുട്ടിയാക്കിയപ്പോ സമയമില്ലായിരുന്നു അങ്ങനെ പേര് വിളിക്കാതെ. ഏറ്റവും കുഞ്ഞിലെ നോട്ടി അഹാനായിരുന്നു. കൊടയെടുത്തടിച്ച കഥയല്ലേ? അമ്മുവിന്റെ കുഞ്ഞിലത്തെ ഫോട്ടോസ് നോക്കുമ്പോഴേ അറിയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം, ആ കള്ള ലക്ഷ്മിയിൽ പോയി കൊട എടുത്ത പാവം കൊച്ചിനടുത്ത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാലേ ഒരു കുഞ്ഞമ്മ വിളിയാണ് ആദ്യം വരുന്നത്. അതെ അതെ അതെ. എനിക്ക് ആ സ്ഥാനത്തിനോടല്ല പ്രശ്നം, ആ വാക്കില്ലേ, അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ഞാൻ വീട്ടിലിരുന്നൊരു ചുമ്മാ ഒരു Q&A ചെയ്തു, അത് ഇങ്ങനെ ആൾക്കാരെടുത്തൊരു വേറെ രീതിയിലാക്കുന്നത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. ഒരു ബേബി വരുമ്പോൾ നമ്മുടെ ലൈഫ് എങ്ങനെയൊക്കെ മാറുമെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ എനിക്ക് കണ്ണടച്ച് പറയാം, ഓമിക്ക് വേണ്ടി ലൈക്ക് ഞാൻ എൻ്റെ ജീവൻ വരെ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോ ഞാൻ ഓമിയുടെ അമ്മു ഉണ്ടാക്കുന്ന ചില വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണും. അവൻ സിത്താർ വായിക്കുന്ന വീഡിയോസ് അമ്മ ഉണ്ടാക്കി. അല്ല, ഓസിനെ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ സിന്ധു ആന്റിയെ വിളിച്ചു. അപ്പൊ സിന്ധു ആന്റി എന്നോട് അവളെ കിട്ടിയില്ലേ അല്ലേ, അവളെ ഞങ്ങളെ വിളിച്ചാലും കിട്ടാറില്ല. ഇപ്പൊ വന്നു അശ്വിനും എടുക്കാറില്ല, ഓസിയുടെ കൂടെ ചേർന്നിട്ടാന്ന് തോന്നുന്നു. പിന്നെ അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല. വേറെ വല്ല നാട്ടിലായിരുന്നെങ്കിൽ നമ്മൾ കത്തയക്കേണ്ടി വരും. കാലിന് സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഞാൻ മറ്റേ നമ്മുടെ മൂവിയുടെ ട്രെയിലർ ലോഞ്ചിൽ പോയപ്പോ ഞാൻ ചെറുതായിട്ടൊന്നും ഇങ്ങനെ മുട്ടിലൊക്കെ പിടിച്ചു പോകുന്നുണ്ട്. അപ്പൊ കുറെ പേര് ഇങ്ങനെ, ഇവൾക്ക് ഇത്ര പ്രായമല്ലേ ഉള്ളൂ, ഇപ്പോഴേ എന്താ ഇവള് മുട്ടൊക്കെ പിടിച്ച് നടക്കുന്നത്. എന്റെ ഫ്രണ്ട്സിനൊക്കെ വീട്ടിൽ നിന്ന് വിളിക്കും, പക്ഷെ എന്നെ വിളിക്കില്ല. കാരണം അത്രയും ആൾക്കാരൊന്നും ശ്രദ്ധിക്കില്ല ഒരാളില്ല. ചിലപ്പോ വിചാരിക്കാം, ചിലപ്പോ കിടക്കുകയായിരിക്കും, കുളിക്കുകയായിരിക്കും, കഴിക്കുകയായിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കാറില്ല. വളരെ ചുരുക്കം സിനിമകളിൽ അഭിനയിക്കുന്ന സിനിമകളെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ. എന്റെ തന്നെ ഒരു ആക്ടിങ് സ്കില്ല് എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയണമെങ്കിൽ എനിക്ക് അങ്ങനെ റോള് കിട്ടണം. സോ ഐ എം റിയലി വെയിറ്റിംഗ് അങ്ങനത്തെ ഒരു റോള്. കാരണം കുഴപ്പമില്ലാതെ എനിക്ക് അഭിനയിക്കാൻ പറ്റും. ആക്ടിംഗ് ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ക്ലാസ് എടുക്കാൻ സമയമില്ല. അയ്യോ, എടുക്കാനല്ല, അറ്റൻഡ് ചെയ്യാൻ. ഇന്നലെ ഞാൻ മൂവി കണ്ടു, എനിക്ക് ഞാൻ ചെയ്തത് അത്യാവശ്യം നല്ല പോലെ ഞാൻ ചെയ്തു എന്ന് എനിക്ക് തോന്നി. അത് നാട്ടുകാർക്ക് തോന്നണം. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ലാത്ത ഇഷാനി കൃഷ്ണയാണ് നമ്മുടെ ഗസ്റ്റ്. വെൽക്കം ടു ദ ഷോ ഇഷാനി. ഇഷാനിയുടെ ഫാമിലിയോട് ഒറിജിനൽസിനും എനിക്കും പ്രത്യേകം ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ട്. ബിക്കോസ് ഇങ്ങനൊരു ചാനൽ തുടങ്ങണമെന്ന് ആലോചിച്ചപ്പോൾ ആരുടെ ഇൻ്റർവ്യൂ എടുത്താണ് ഒരു ഹിറ്റ് അടിച്ച് തുടങ്ങാൻ പറ്റുക എന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ആദ്യമേ ഓർമ്മയിലേക്ക് വന്നത് അഹാനയാണ്. അഹാനയോട് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ഒരു ചാനൽ, അതും 0 സബ്സ്ക്രൈബേഴ്സ് നിന്ന് തുടങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ സാധാരണ എല്ലാവരും പറയുക, അയ്യോ പിന്നെ എപ്പോഴെങ്കിലും നോക്കാമെന്ന് പറയല്ലേ. അഹാന വളരെ സ്നേഹത്തോടെ പിന്നെന്താ നമുക്ക് ചെയ്യാം, ഞാനും അമ്മയും കൂടെ വരാം എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയ ചാനലാണിത്. ഇന്നിങ്ങനെ ഞങ്ങൾ 9.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങട്ടെ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇന്റർവ്യൂ. ഞാൻ ഇന്ന് വരുന്നതിന് മുന്നേ ഞാൻ ഇരുന്ന് കണ്ടായിരുന്നു. ആണോ? നല്ല ഇന്റർവ്യൂ. അത് ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ? വെരി ഫസ്റ്റ് ഇന്റർവ്യൂ ഓഫ് ദിസ് ചാനൽ. വ്യൂസ് ഉണ്ടല്ലോ. അതെ, അതുകൊണ്ട് തന്നെ ഈ ഫാമിലിയോട് പ്രത്യേക സ്നേഹവും ഗ്രേറ്റ്ഫുൾനെസ്സും. അതിന്റെ ഒരു ഭാഗമല്ല, എന്നാലും ബട്ട് സ്റ്റിൽ അത് ഫാമിലി ആണല്ലോ, ആ ഫാമിലിയുടെ ഭാഗമാണല്ലോ. ഇന്റർവ്യൂവിന്റെ ഭാഗമല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. അപ്പോൾ ഏതായാലും ഇഷാനിയുടെ ജീവിതത്തിൽ ഭയങ്കരമായ കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഗംഭീര സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു. വളരെ ചുരുക്കം സിനിമകളിൽ അഭിനയിക്കുന്ന സിനിമകളെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ. അപ്പോൾ ഇത് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ തിരഞ്ഞെടുക്കുന്നതല്ല, വരുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഭയങ്കര സെലക്റ്റീവ് ഒന്നും അല്ല ഞാൻ. എനിക്ക് ഇപ്പൊ ഞാൻ ഇതുവരെ ചെയ്ത 2 മൂവീസിലും എനിക്ക് ഗംഭീര റോളല്ല എടുത്ത് നോക്കുവാണെങ്കിൽ എന്റെ റോളിന് എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടാവണം. അത് നോക്കിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ എനിക്ക് ഇനിയും നല്ലത് കിട്ടട്ടെ എന്നാകെ. ഇപ്പൊ കുഞ്ഞു ക്രൂ ഒക്കെ ആണെങ്കിലും if my role is good, I'll do it. നിങ്ങളുടെ ഫാമിലി എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ അഹാനയാണെങ്കിൽ ഒരു ആഡ് എന്ന് പറഞ്ഞാൽ അഭിനയിച്ചിടുന്നതാണ്. ഹൻസിക വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അതെ, റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ റീൽസ് ആണ്. പക്ഷെ ഇഷാനി അങ്ങനെ പ്രൈവറ്റ് ലൈഫ് വളരെ പബ്ലിക് ആക്കാറില്ലാത്ത ഒരാളാണ്. അങ്ങനെ അഭിനയിച്ചൊരു സാധനം ചെയ്തേക്കണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ എങ്ങനെയായിരിക്കും ഈ സിനിമകളിലേക്ക് വന്നത് എന്ന് ആലോചിക്കാറുണ്ട്. ഞാൻ 1-2 ഓഡിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മേ ബി അവിടെ നിന്ന് വല്ലതും സ്പ്രെഡായി അങ്ങനെ വന്നതാവാം.
അറിയില്ല. ഞാനും ചോദിക്കുന്നത് എങ്ങനെയാണ് എന്നിലേക്ക് ഇത് എത്തിയത്, എനിക്ക് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആണല്ലേ? ഈ അടുത്തുള്ള എന്താ ഇഷാനിയുടെ വാർത്തകൾ എന്തൊക്കെയാ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാലേ ഒരു കുഞ്ഞമ്മ വിളിയാണ് ആദ്യം വരുന്നത്. അതെ 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 അറിയാം. അത് അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ ഓമി കുഞ്ഞമ്മേന്ന് വിളിക്കുമോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ സത്യത്തിൽ? എനിക്ക് പലരും അതിനെ തെറ്റിദ്ധരിച്ചത് എനിക്ക് ആ സ്ഥാനത്തിനോടല്ല പ്രശ്നം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ആന്റി അല്ലെങ്കിൽ കുഞ്ഞമ്മ ആകുന്ന ആ സ്ഥാനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ആ വാക്കില്ലേ, അത് ഞാൻ ഒഫെൻസീവ് ആയിട്ട് പറയുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. കാരണം നമ്മുടെ ഫാമിലിയിലെ അമ്മയുടെ അനിയത്തിയെ നമ്മൾ ചിന്നമ്മ എന്നാ വിളിക്കുന്നത്, കുഞ്ഞമ്മ എന്നല്ല ചിന്നമ്മ. നമ്മൾ കുഞ്ഞമ്മ എന്ന് ആരെയും വിളിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു ടേം എനിക്ക് കേൾക്കാത്ര സുഖമല്ല. എന്നെ ബേബി അങ്ങനെ വിളിക്കണം എന്ന് എനിക്കില്ല. വേറെ എന്തെങ്കിലും ഇപ്പൊ ഞാൻ ആലോചിച്ചിരിക്കുന്ന പേര് ബിത്തുമ്മ എന്നോ വല്ലതും വിളിക്കാം. സോറി ഒരു ഇൻട്രൊഡക്ഷൻ തരണോ എന്ന്. എന്റെ പെറ്റ് നെയിം എന്നെ ആരും വിളിക്കാറില്ലെങ്കിലും ഒരു പെറ്റ് നെയിം ഉള്ള ബിത്തു എന്നാണ്. അതിങ്ങനെ കോമഡിക്ക് വിളിക്കുന്നതാ. അപ്പൊ എന്താ പിന്നെ ബിത്തുമ്മ, കുഞ്ഞമ്മയുടെ മായ, അതാകുമ്പോ ബിത്തുവിന്റെ മായ, ഡിഫറെന്റ് പേരല്ല. അങ്ങനെ എന്തെങ്കിലും വിളിപ്പിക്കാം എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നു. ഞാനിത് എപ്പോഴും ഈ ബിത്തു എന്നുള്ള പേര് കേട്ടപ്പോ ആലോചിച്ചു. അതായത് ഇപ്പൊ ഓസി എന്ന് വിളിക്കുന്നുണ്ട്, അമ്മു എന്ന് വിളിക്കുന്നുണ്ട്, ഹൻസു എന്ന് വിളിക്കുന്നുണ്ട്. ആരും വിളിക്കാറില്ല, അങ്ങനെ ആരും വിളിക്കാറില്ല. അതെന്താ അങ്ങനെ? പറയും അമ്മയ്ക്ക് ഇഷാനി എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പിന്നെ വേറെ പേരൊന്നും ഇട്ടില്ല. അത്രയും നല്ല പേരിരിക്കുമ്പോ എന്തിനു വേറെ പേര് ഇടണം എന്ന് പറയുന്നു. പക്ഷെ സത്യാവസ്ഥ അതൊന്നും അല്ല. മൂന്നാമത്തെ കുട്ടിയാക്കിയപ്പോ സമയമില്ലായിരുന്നു അങ്ങനെ പേര് വിളിക്കാൻ. അതെ, ബിത്തു എന്ന് വന്ന പേര് പോലും ഓസി ദിയ ചെറുതായിരുന്നപ്പോ ഇഷാനി എന്ന് വിളിക്കാൻ പറ്റില്ലായിരുന്നു. അവളെ എന്നെ ബിത്താനി എന്നാ വിളിച്ചോണ്ടിരുന്നത്. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഈ ബിത്തു എന്നുള്ള പേര്. അപ്പൊ ആ ബിത്തു പോലും ആരും എനിക്ക് ഇട്ടതല്ല, അത് അങ്ങനെ അങ്ങ് വന്നതാ. ഈ ഇഷാനി പറയുന്നത് കണ്ണടച്ച് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ കറക്റ്റ് അഹാന സംസാരിക്കുന്നത് തന്നെയാണ് പറയാറുണ്ട്. ആണല്ലേ? നിങ്ങൾ പരസ്പരം ആരെങ്കിലും ഒക്കെ വിളിച്ച് പറ്റിക്കാറുണ്ടോ? പറ്റിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഫ്രണ്ട്സ് എല്ലാം വിളിക്കുമ്പോ അമ്മു ചിലപ്പോ ഹലോ കൊടുക്കുമ്പോ അവര് സംസാരിച്ച് തുടങ്ങും. അപ്പൊ ചിലപ്പോ അമ്മു അങ്ങ് അഭിനയിക്കും, ആണല്ലേ കുറച്ച് കഴിയുമ്പോ അവർക്ക് മനസ്സിലാവും ഇതാരാ. അപ്പൊ കൂടുതലും എന്റെ സൗണ്ട് കേട്ടിട്ടല്ല ആൾക്കാർക്ക് അതായത് ഇപ്പൊ അഹാനയുടെ ഫ്രണ്ട് വിളിക്കുമ്പോ ഞാൻ എടുത്താൽ അവർക്ക് മനസ്സിലാവും. പക്ഷെ എന്റെ ഫ്രണ്ട് വിളിച്ച് അഹാന എടുത്താൽ മനസ്സിലാവില്ല. അറിയില്ല. ആക്ച്വലി ദിയയുടെ സൗണ്ടും വളരെ സിമിലർ, പക്ഷെ അവളുടെ ടോക്കിംഗ് രീതി ഡിഫറെന്റ് ആണ്. എന്റെ അഹാനയുടെ ആണ് മോഡുലേഷൻ വരെ വളരെ സെയിം ആണ്. അത് ശരിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഡബ് ചെയ്യാൻ പറ്റും അല്ലേ? സുഖമായിട്ട്. അമ്മു ചിലപ്പോ അമ്മുന്റെ തന്നെ വീഡിയോ കാണുമ്പോൾ ഞാൻ അത് എന്റെ ആണെന്ന് പറഞ്ഞ് നോക്കും, ഞാനല്ല. അപ്പൊ നമുക്ക് പോലും സിമിലർ ആയിട്ട് തോന്നുമെങ്കിൽ വളരെ സിമിലർ അത്. അത് ശരിയാണ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കുറവ് സംസാരിക്കുന്ന ഹൻസു ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണോ? എന്ന് വെച്ചാൽ ഇപ്പൊ പബ്ലിക്കലി വരുമ്പോ മേ ബി ഹൻസു ആയിരിക്കും. പക്ഷെ വീട്ടിനകത്ത് എല്ലാരും ഒരേപോലെ തന്നെ, ആരും കുറവും കൂടുതലും ഒന്നും അല്ല. ഈ ദിയ ഒരു അമ്മയായതിനു ശേഷം നിങ്ങളോടൊക്കെയുള്ള ഒരു അപ്രോച്ചിൽ മാറ്റം വന്നു? അതൊന്നുമില്ല, അത് നമ്മളെങ്ങനെ എഫക്ട് ചെയ്യാറ്. അല്ല, എന്നാലും നിങ്ങളോടൊക്കെ ഉള്ള ഒരു അപ്രോച്ച്, നമുക്കൊരു മദർ ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ. അങ്ങനെ ഒരു മാറ്റം ദിയയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തോ എന്നുള്ളതാണ്. നമ്മളോടുള്ള അപ്രോച്ചിൽ എനിക്കങ്ങനെ മാറ്റം വന്നു എന്ന് ഞാൻ പറയില്ല. ബട്ട് ഐ തിങ്ക് ഷീ ആസ് എ പേഴ്സൺ കുറെയൊക്കെ മാറി. അവളിപ്പം പണ്ട് അവള് ഒട്ടും റെസ്പോൺസിബിൾ ഒരാളല്ലായിരുന്നു. ഇപ്പോഴും ഭയങ്കര ആയെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഷീ ഡെഫിനറ്റ്ലി ചേഞ്ച്ഡ് കുറെയൊക്കെ. അത് മാത്രമല്ല, അങ്ങനെ കുറെ മാറ്റങ്ങൾ അവളിൽ ഞാൻ കാണുന്നു. ഇപ്പൊ എന്താ പറയാ, കുറെ അത് എടുത്തു പറയാൻ പറ്റില്ല. പക്ഷെ ആ ബേബി വന്നത് കൊണ്ട് പോസിറ്റീവായിട്ട് കുറെ മാറ്റങ്ങൾ അവളുടെ ലൈഫിൽ വന്നു. നിങ്ങളുടെ ലൈഫിലേക്കൊക്കെ എന്ത് മാറ്റമാണ് വന്നത്? ഇപ്പൊ എനിക്ക് കണ്ണടച്ച് പറയാം, ഓമിക്ക് വേണ്ടി ലൈക്ക് ഞാൻ എന്റെ ജീവൻ വരെ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ പറയുന്ന ഒരാള് ഹൻസു ഉണ്ട്. അഫ്കോഴ്സ് എന്നെക്കാട്ടിലും ചെറിയ ഹൻസു ഉള്ളു. പക്ഷെ എന്നാലും ഭയങ്കര ഒരു ചേഞ്ച് ആണ്. ഒരു ബേബി വരുമ്പോൾ നമ്മുടെ ലൈഫ് എങ്ങനെയൊക്കെ മാറും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എന്റെ ആ Q&A പോലും പറഞ്ഞിട്ടുണ്ട്, എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. പക്ഷെ ആ ബേബിനെ കണ്ട് ബേബീനെ എടുത്ത് നമ്മൾ കൊഞ്ചിച്ച് വളർത്തുമ്പോൾ ഉള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു മാജിക്കൽ ഒരു ഫീൽ. നമ്മൾ ഡെയിലി നമ്മളെ ഓമിയെ കുറിച്ച് സംസാരിക്കാത്ത ഒരു സമയമില്ല. എപ്പോഴും നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലാണെങ്കിൽ ഓമിയുടെ ഫോട്ടോ ആക്കി, ഓമിയുടെ അതൊക്കെ അമ്മു കുറെ AI വീഡിയോസ് വെച്ച് ഓമി നടക്കുന്ന പോലത്തെ വീഡിയോ ഉണ്ടാക്കും, ഓമി ചിരിക്കുന്ന വീഡിയോ ഉണ്ടാക്കും. അതൊക്കെയാണ് നമ്മളിപ്പോ ഫുൾ ടൈം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോ ഞാൻ ഓമിയുടെ അമ്മു ഉണ്ടാക്കുന്ന ചില വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണും. അവൻ സിത്താറ് വായിക്കുന്ന വീഡിയോസ് അമ്മ ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ കുറെ ഫണ്ണി, ലൈക്ക് ഓമി ഭയങ്കര എന്താ പറയാന്നറിയില്ല, ഒരു നമ്മുടെ മൂഡ് തന്നെ
ഒരു ബേബിക്ക് ശരിയാക്കാൻ പറ്റും ശരിക്കും. ശരിയാണ്. ഇന്നിപ്പോ രാത്രി വരും, ഞാൻ വീട്ടിൽ പോയിട്ട് അവനിങ്ങനെ ഓ എടുക്കാനായിട്ട് അത് ശരി. അവര് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഒരു 2 മാസമായപ്പോ തന്നെ അങ്ങോട്ട് ഫ്ലാറ്റ് ഒക്കെ മാറിയപ്പോഴത്തേക്കും നിങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമം വന്നു? ഓസി അവള് പിന്നെ വീട്ടിലുള്ളപ്പോഴും നമ്മളിങ്ങനെ ഇടാൻ അത്ര തന്നെ. അതെ അതെ അത് ശരിയാ. ഞാൻ തൊട്ടടുത്ത ഫ്ലാറ്റ്, അപ്പൊ നമുക്ക് അങ്ങനെ ഒട്ടും ഒരു ഇത് തോന്നില്ല. സത്യം ഞാൻ ബേബി പോയപ്പോഴാണ് നമുക്കൊക്കെ അതാണ് ചോദിച്ചതല്ലേ. അത് ഭയങ്കര വിഷമായിരുന്നു. പിന്നെ തൊട്ടടുത്തായതുകൊണ്ട് എപ്പോ വേണോ പോയി. എനിക്ക് കാല് സ്പ്രെയിൻ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല കുറച്ചു കാലം. അപ്പൊ ഞാൻ പറയും വീട്ടിൽ കൊണ്ടുപോവാന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അങ്ങോട്ട് പോവും, പിന്നെ കുഴപ്പമില്ല. ആണ്. ഇനി ഞാൻ ഈ വീട്ടിലെ ഏറ്റവും നോട്ടിയസ്റ്റ് ആയിട്ടുള്ള ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും പറയുന്ന ഒറ്റ ഉത്തരമായിരിക്കും അല്ലേ? ഓസിയാണ്. ഓസി ഇപ്പൊ ആ നോട്ടിനെസ് അങ്ങനെ തന്നെ ഉണ്ടോ? നോട്ടി എന്ന് വെച്ചാൽ ഓസി വളരെ കുഞ്ഞായിരുന്നു, അപ്പൊ പാവമായിരുന്നു, ഭയങ്കര പാവമായിരുന്നു. ലൈക്ക് ഞാൻ ജനിച്ച സമയത്തൊക്കെ ഇത്രയും നല്ലൊരു കുട്ടി അമ്മ പറയും അയ്യോ എന്തൊരു നല്ല കുട്ടിയാന്നറിയോ. ഇപ്പൊ ഞാൻ LKG-യിലായിരുന്നപ്പോ എന്നും ഞാൻ ബസ്സിലിരുന്ന് ഓസിക്ക് വേണ്ടി ഞാൻ അമ്മു ഉണ്ട്, പക്ഷെ ഞാൻ അമ്മൂനെ മൈൻഡ് ചെയ്യില്ല. ഞാൻ ഓസിക്ക് വേണ്ടി കാത്തിരിക്കും. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഓസി വലിയ കുട്ടി വരും. അപ്പൊ ഓസി ഒരു ഐ തിങ്ക് ഒരു 8 വയസ്സ് 9 വയസ്സ് വരെ വളരെ പാവമായിരുന്നു. പിന്നെ ഒരു ടീനേജ് ആ ഏജ് ഒക്കെ ആയപ്പോ ചെറുതായിട്ട് നോട്ടി ആയി തുടങ്ങി, അത്യാവശ്യം കള്ളത്തരങ്ങളും കാര്യങ്ങളും അങ്ങനെ അങ്ങനെ എന്ന് വെച്ചപ്പം ഇപ്പൊ സ്കൂളിലൊക്കെ മാക്സിമം ടീച്ചേഴ്സ് വിളിച്ചിട്ടുള്ള ഓസിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഭയങ്കര വലിയ തെറ്റുകളൊന്നും അല്ലോട്ടെ ഇല്ല, മിക്ക കുട്ടികളും ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങള്. ഇപ്പൊ എന്നാ ഏറ്റവും കുഞ്ഞിലെ നോട്ടി അഹാനായിരുന്നു. ദിയ വെറും അടിച്ചിട്ടുണ്ട്. ആൻഡ് അമ്മ ഭയങ്കര ഭയങ്കര നോട്ടിയായിരുന്നു കുഞ്ഞില്. അത്രയും നോട്ടി ഐ തിങ്ക് ഇതില് അഹാനായിരുന്നു നോട്ടിയസ്റ്റ്. ഒരു ടീനേജ് ഇയേഴ്സ് ഒക്കെ ആയപ്പോഴായിരിക്കും ഐ തിങ്ക് ദിയ കുറച്ചുകൂടെ നോട്ടി അങ്ങനെ ആയത്. ആ കൊടയെടുത്തടിച്ച കഥ നിങ്ങളോട് എല്ലാവരോടും അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും. നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം അമ്മുവിന്റെ കുഞ്ഞിലത്തെ ഫോട്ടോസ് നോക്കുമ്പോഴേ അറിയാം ഒരു കയ്യിലൊരു പത്രം അത്ര ശരിയല്ല. അപ്പൊ നമ്മളായിട്ട് ചോദിക്കുമ്പോ എക്സാക്ട്ലി ആ കഥ ഒന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം, ആ കള്ള ലക്ഷണത്തിൽ പോയി കൊട എടുത്ത പാവം കൊച്ചു നടക്കുന്നത്. അതുപോലെ കുറെ കഥയുണ്ട്. ഇങ്ങനെ അമ്മ ഒരിക്കൽ നോക്കിയപ്പോ അമ്മൂനെ പെട്ടെന്ന് കാണുന്നില്ല. പുതിയ കഥ പറ, ഇതും അറിയാം. ഇനിയൊരു പുതിയ കഥ ഏതോ ഗസ്റ്റ് വന്നപ്പോ അപ്പച്ചിയുടെ കബോർഡിൽ പോയിട്ട് അപ്പച്ചിയുടെ കുറെ സാരിയൊക്കെ പുറത്തിട്ട് ഷാമ്പു ഒക്കെ അതിന്റെ മേളിൽ കൂടിയിട്ട് ഫുൾ റൂം അലമ്പാക്കി, അങ്ങനെ എന്തൊക്കെയോ കഥകളുണ്ട്. അലമ്പ കൊച്ചായിരുന്നു ശരിക്കും കുഞ്ഞില്. പക്ഷെ വലുതായപ്പോ അങ്ങ് പാവമായി. ഒരു ഐ തിങ്ക് ഒരു 10 years കഴിയുമ്പോ ഭയങ്കര ഒരു സീരിയസ് ആളായിപ്പോയി, പെട്ടെന്ന് ഒരു അഡൽട്ട് ആയിപ്പോയി. അങ്ങനെ അതെനിക്ക് അത് മൂത്ത കുട്ടി ആയതുകൊണ്ടായിരിക്കും എനിക്ക്. ഇഷാനി അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ചെയ്തതായിട്ട് വീട്ടിലൊരു കഥ ഉണ്ടോ? അത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കഥ, ഞാനും ദിയയും കൂടെ നമ്മുടെ മുടി വെട്ടി കളിച്ചൊരു കഥയുണ്ട്. അത് പലർക്കും അറിയാം, ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല. നമ്മൾ സ്വയം നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെയർ സ്റ്റൈൽ കൊടുത്തതാ. അയ്യോ അത് പിന്നെ അമ്മ വന്ന്, അമ്മയ്ക്ക് പണ്ട് ലോങ് ഹെയർ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ നമുക്കൊന്ന് ഷോർട്ട് ആക്കണം. നമ്മൾ സ്വന്തമായിട്ട് മുടി വെട്ടി കോളമായ അമ്മ പിന്നെ അടിച്ചെടുത്ത്. അതാണ് ഒരു നോട്ടീസബിൾ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു നോട്ടി കാര്യം എന്ന് പറയാൻ. പിന്നെ ഞാൻ പതുങ്ങി ജീവിക്കുന്ന ഒരു പാവം സ്കൂളിലൊക്കെ എന്നുവെച്ചാൽ ഞാൻ എന്നെ സ്വയം പഴന്ന് വിളിക്കില്ല, പക്ഷെ അമ്മ പഴന്നായിരുന്നു വിളിക്കുന്നത്. ഞാൻ സ്കൂളിലൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു ശല്യം ആവാറില്ലായിരുന്നു. ഒരു ഏറ്റവും ക്ഷമയുള്ള ആളാരാ ആ വീട്ടിലെ? ഇത് ഏതോ ഒരു പരിപാടിയിൽ അമ്മ എന്റെ പേരാ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു ടെമ്പർ വരാത്ത ആളെന്നൊന്നും ഞാൻ സ്വയം പറയത്തില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാരും വെച്ച് നോക്കുമ്പോ ഞാനും ഹൻസും പൊതുവെ അത്ര ഇതാവാറില്ല എന്ന് തോന്നുന്നു എനിക്ക്. അമ്മയുടെ കൂടെ എപ്പോഴുള്ള ഒരു കോൺസ്റ്റന്റ് കമ്പാനിയൻ ഇഷാനിയാണെന്ന് കേട്ടു, അത് സത്യമാണോ? ഞങ്ങൾ വിചാരിച്ചിരുന്ന അമ്മ ആണെന്നാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പലപ്പോഴും ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കും. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വെളിയിൽ പോകും, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള വർക്ക് ആയാലും എല്ലാം ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും അമ്മ എപ്പോ നോക്കിയാലും ഞാൻ അവിടെ കാണും. അമ്മ അങ്ങനെ അമ്മ എപ്പോഴും പുറത്തു പോയി അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞത്. അല്ല സത്യത്തിൽ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാറുണ്ടോ? എനിക്ക് ഇഷ്ടമാണ് അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനും അമ്മയും വളരെ സിമിലർ ആണ്, നമ്മുടെ തോട്ട് പ്രോസസ്സും എല്ലാം. ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും ഇപ്പൊ വർക്കിനൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ അമ്മയാണ് ഫുൾ കൂടെ വരുന്നത്. അമ്മ പറയും എനിക്ക് ഇത്രയും വയസ്സായില്ലേ ഒറ്റയ്ക്ക് പൊക്കിയൂടെ, പക്ഷെ എനിക്ക് ബേസിക്കലി എനിക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പേടിയാ. ഇത് തന്നെ ഓസി പറയണ കേട്ടല്ലോ. ഓസിക്ക് പേടി, എനിക്ക് എന്റെ സ്വന്തം വീട്ടിൽ പോലും ഒറ്റയ്ക്ക് കിടക്കാൻ പേടി. കിടന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് പേടിയാ. അപ്പൊ എനിക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഹോട്ടൽ റൂംസിൽ എനിക്ക് പേടിയാ. അപ്പൊ നമ്മുടെ കൂടെ എനിക്ക് അമ്മയെ വരും, വേറെ ആരും വരൂല, പക്ഷെ എനിക്ക് അമ്മയെ കൊണ്ട് ഭയങ്കര ഇഷ്ടം. അമ്മയുടെ കമ്പനി എനിക്ക് ഞാൻ നല്ല എൻജോയ് ചെയ്യും, അമ്മയും തിരിച്ച് എൻജോയ് ചെയ്യും. അമ്മ എപ്പോഴും പറയും അമ്മയ്ക്ക് എന്റെ കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു പാവമെന്ന് ഞാൻ സ്വയം പറയുക, കാരണം ഞാൻ
ബുദ്ധിമുട്ടിപ്പിക്കാറില്ല ആൾക്കാരെ. ഞാൻ വീട്ടിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താൽ കിടക്കും. അപ്പൊ അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അമ്മ പറഞ്ഞു. അത് അപ്പൊ അതിന്റെ അർത്ഥം എന്തോ ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റുള്ളവർ അങ്ങനെയാണോ എന്നാണോ? അങ്ങനെ ചോദിച്ചാൽ 4 പേര് 4 പോലെയാണ്. പക്ഷെ അമ്മ പലപ്പോഴും പറയും ഞാൻ ഒട്ടും ശല്യം ചെയ്യാറില്ല. എന്നാ അതുപോലെ പറയും കുറച്ച് പഴവുമാണ് ചില എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ചില കാര്യങ്ങൾ അമ്മ പറയും ഞാൻ തന്നെ ഇത് ഡീൽ ചെയ്യണല്ലോ, അമ്മ വല്ലതും ആണെങ്കിൽ സ്വന്തം ഡീൽ ചെയ്തേനെ അങ്ങനെ പറയും. ഞാൻ കുറച്ച് പതിഞ്ഞിങ്ങനെ മാറിയിരിക്കും. അപ്പൊ എല്ലാത്തിനും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. പക്ഷെ ഞാൻ ഒരു ബുദ്ധിമുട്ടാവില്ല എന്ന് പറയാറുണ്ട് പലപ്പോഴും. ഈ കാലിന് സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഞാനൊരു ഇത് കണ്ടേ, ഞാൻ മറ്റേ നമ്മുടെ മൂവിയുടെ ട്രെയിലർ ലോഞ്ചിൽ പോയപ്പോ ഞാൻ ചെറുതായിട്ടൊന്നും ഇങ്ങനെ മുട്ടിലൊക്കെ പിടിച്ചു പോകുന്നുണ്ട്. അപ്പൊ കുറെ പേര് ഇങ്ങനെ ഇവൾക്ക് ഇത്ര പ്രായമല്ലേ ഉള്ളൂ ഇപ്പോഴേ എന്താ ഇവള് മുട്ടൊക്കെ പിടിച്ച് നടക്കുന്നത്, ഞാൻ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതിന്റെ ഒന്നും ഫോട്ടോ ഞാൻ ഇട്ടില്ല, എനിക്ക് സമയം കിട്ടിയില്ല. എന്റെ കാലിരിക്കുന്ന കാണരുത്, നീല കളറായിരുന്നു ഫുൾ. ഇപ്പോഴും എന്റേതാ ഇവിടെ കണ്ടാൽ വിരല് കണ്ടോ നീല കളർ. അത് ഞാൻ ബേസിക്കലി സ്പ്രെയിൻ ആയതാ. ഫുട്ബോളിന് പോയപ്പോ ആങ്കിൾ ഒന്ന് ഇങ്ങനെയായി വീണു. ഒരു മൈൽഡ് ലിഗമെന്റ് ടയർ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കറക്റ്റ് നമ്മുടെ മൂവി റിലീസ് ആവുന്നതിന് 10 days മുന്നേ. ഞാൻ വിചാരിച്ച ദൈവമേ ഇനി ഒന്നിനും പോവാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എങ്ങനെയൊന്നും ഇതാ എവിടെ ഫുട്ബോൾ കളിക്കുക? അങ്ങനെ ഫുട്ബോൾ കളി എന്ന് പറയുന്ന ഒരു ഹോബി ഉള്ള ആളാണോ? അത്രയും ഒരു പ്രോ പ്ലെയർ അല്ല. നമ്മൾ ജിമ്മിന്ന് വീക്ക്ലി വൺസ് ഇങ്ങനെ പോകും. അത് കുറെ വർഷങ്ങളായി പോകുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടേ കളിക്കും, ഞാൻ വലിയ പ്ലെയർ ഒന്നും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി എന്റെ ഫുട്ബോൾ ടർഫിന്റെ ഫ്രണ്ടിൽ കൂടെ ഇവിടെ വന്നേ. ഞാൻ പറയാം അതാ എന്റെ ഫുട്ബോൾ ടർഫ് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സംഭവിച്ചതാണ് അല്ലേ? പക്ഷെ ഈ ചീത്തവിളികളോടൊന്നും എവിടെയും പ്രതികരിച്ച് കാണാറില്ലല്ലോ, അതെന്താ അങ്ങനെ? എനിക്ക് ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും വളരെ എനിക്ക് ട്രിഗറിങ് ആയിട്ട് കാണുമ്പോൾ ഞാൻ ടൈപ്പ് വരെ ചെയ്യും. പിന്നെ ഞാൻ ആലോചിക്കും വൈ, വളരെ നെസസറി ആയിട്ട് തോന്നി ഞാൻ പ്രതികരിക്കില്ല എന്നല്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഞാൻ ആലോചിക്കും ഞാൻ ഇവിടെ കോൺവെർസേഷൻ ഞാൻ തുടങ്ങും, അവരെന്തെങ്കിലും പറയും, വെറുതെ എന്റെ എനർജി കളയും, വൈ ആണ് ഞാൻ വിട്ടുകളയും. അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണോ ഞാൻ നോക്കും, അല്ല. 2 ദിവസം കഴിയുമ്പോൾ അവരും മറക്കും ഞാനും മറക്കും. എനർജി കളയണ്ടെന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ വളരെ ട്രിഗറിംഗ് ആയി തോന്നിയ എന്തെങ്കിലും ഇൻസിഡൻസ് ഓർമ്മയിലുണ്ടോ? ഈ ഇടയ്ക്കായിട്ട് അങ്ങനെ ഭയങ്കര ട്രിഗറിംഗ് ആയിട്ടൊന്നും ഈ കുഞ്ഞമ്മയുടെ സമയത്ത് അയ്യോ കുറെ വന്നു. പക്ഷെ അപ്പൊ ഞാൻ മൊത്തത്തിൽ ഞാൻ അങ്ങ് ബാക്ക് ഓഫ് ചെയ്തു. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വേറെ രീതിയിൽ എടുക്കും. കാരണം ഞാൻ പറഞ്ഞതൊന്ന് ആൾക്കാർ മേ ബി എന്റെ സൈഡിലുള്ള മിസ്റ്റേക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ അതങ്ങ് ഞാൻ ഫണ്ണായിട്ട് എടുത്തു തുടങ്ങി. ആദ്യം എനിക്ക് ഭയങ്കര, കാരണം ഞാൻ പൊതുവെ അത്ര കോൺട്രവേഴ്സിയിൽ വരുന്ന ഒരാളല്ല. അപ്പൊ ഞാൻ വീട്ടിലിരുന്നൊരു ചുമ്മാ ഒരു Q&A ചെയ്തു. അത് ഇങ്ങനെ ആൾക്കാരെടുത്ത് ഒരു വേറെ രീതിയിലാക്കുന്നത് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നി. പിന്നെ ഞാനങ്ങ് വിട്ടു. എന്റെ അടുത്ത വീഡിയോ ഇട്ടപ്പോ താഴെ ഫുൾ കോമഡി രീതിയിൽ കുഞ്ഞമ്മ കൊള്ളാലോ, കുഞ്ഞമ്മ പൊളി അങ്ങനെയാണോ. പിന്നെ ഞാനങ്ങ് കോമഡി ആയിട്ട് എടുത്തു. ഇത് കണ്ട ഓസി എന്തായാലും പറഞ്ഞോ? ഓസി പോലും പറഞ്ഞു കഷ്ടം, എനിക്ക് മനസ്സിലായി നീ എന്താ ഉദ്ദേശിച്ചെന്ന്. പക്ഷെ ആൾക്കാർ ഇങ്ങനെ എടുത്ത് കളഞ്ഞല്ലോ. നമുക്കല്ല, നമ്മുടെ വീട്ടിൽ ആർക്കും കുഞ്ഞമ്മ എന്നുള്ള വാക്ക് ഇഷ്ടമല്ല, അവർക്ക് മനസ്സിലായി ഞാൻ എന്താ ഉദ്ദേശിച്ചത്. ഇത്രയും ആളുകൾ ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ നിന്ന് വളരെ അടുത്ത വീട്ടിലേക്കാണെങ്കിൽ പോലും മാറിയപ്പോ അവിടെ ഒരു വോയിഡ് ഉണ്ടായോ? ഇത്രയും ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ആ വോയിഡ് അങ്ങനെ ഫീൽ ചെയ്യില്ല. കാരണം കുറെ ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഒരാൾ പോയി ശരിക്കും ശ്രദ്ധിക്കില്ല. ഇപ്പൊ ഞാനൊക്കെ ചിലപ്പോ കറങ്ങാൻ പോകുമ്പോ എന്റെ ഫ്രണ്ട്സിനൊക്കെ വീട്ടിൽ നിന്ന് വിളിക്കും, പക്ഷെ എന്നെ വിളിക്കില്ല. കാരണം അത്രയും ആൾക്കാരുള്ള ശ്രദ്ധിക്കില്ല ഒരാളില്ലാത്തത്. അതാണ് സത്യം. നോക്കുമ്പോ ചിലപ്പോ വിചാരിക്കാം ചിലപ്പോ കിടക്കുകയായിരിക്കും, കുളിക്കുകയായിരിക്കും, കഴിക്കുകയായിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കാറില്ല. അതാണ് സത്യാവസ്ഥ. പിന്നെ ഓസി എപ്പോഴും വീട്ടിലുള്ള സമയത്ത് ഫുൾ ടൈം പുറത്താ, ഫ്രണ്ട്സിനൂടെ കറക്കം, അവിടെ പോവും ഇവിടെ പോവും. അപ്പൊ അവള് ഉള്ളപ്പോഴും കിടക്കുമ്പോഴാണ് കാണുന്നത് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. അത് ശരി. അല്ല അങ്ങനെ ഈ ഓസിയെ കുറിച്ച് ഇങ്ങനെ സിന്ധു ആന്റി എപ്പോഴും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അവൾ എപ്പോഴും ഇങ്ങനെ ബാക്കിയുള്ള ആ ലീഗിലല്ല, ആ ലീഗിൽ നിന്ന് ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന ആളാണെന്ന്. അതിന്റെ പേരിൽ വീട്ടിൽ ഒരുപാട് വഴക്കുകളും ഉണ്ടാവാറുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ പക്ഷെ അവള് ഒന്നും മൈൻഡ് ചെയ്യാറില്ല, വളരെ കൂളായിട്ട് നടക്കുന്ന ആളാണ്. ഇഷാനി ഇങ്ങനെയുള്ള ആളാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ട് കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. ഞാൻ എവിടെയൊക്കെ പോയാൽ ഞാൻ വിളിച്ചറിയിക്കും, ഇന്ന സമയത്തിനുള്ളിൽ എത്തും. ഞാൻ എത്താറുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ പിന്നെ ഈ പറഞ്ഞ എന്റെ വീട്ടിലെ ഏറ്റവും ഇൻവിസിബിൾ ആള് ഞാനാണ്. അതെ, എന്ന് വെച്ചാൽ എന്നെ കാണാതാവുമ്പോഴാണ് പ്രത്യേകിച്ച് ആരും അന്വേഷിക്കാറില്ല. അപ്പൊ ഞാൻ ആലോചിക്കും എന്തായാലും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോലല്ലോ, 2 ദിവസം കഴിഞ്ഞാലും ഞാൻ ഇല്ലാത്ത കാര്യം ആരും അറിയില്ല. അപ്പൊ ഞാൻ അമ്മ പറയുന്നത് പോലെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ എനിക്ക് താല്പര്യമില്ല ബുദ്ധിമുട്ട് കൊടുക്കാൻ, ഞാൻ കൊടുക്കാറുമില്ല. പക്ഷേ ഇഷാനിയെ ഫോണിൽ വിളിച്ചാൽ കിട്ടുന്ന ആളാണോ? ആണ്. ഞാൻ വളരെ പക്കയായിട്ട് ഫോണൊക്കെ കിട്ടുന്ന ആളാണല്ലേ? അത് ആക്ച്വലി ഞാനും അഹാനയും ആ കാര്യത്തിൽ ഇതാണ്. അതൊക്കെ
ഓസി അല്ല ഓസിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സിന്ധു ആന്റിയെ വിളിച്ചു. അപ്പൊ സിന്ധു ആന്റി എന്നോട് അവളെ കിട്ടിയില്ല അല്ലേ, അവളെ ഞങ്ങള് വിളിച്ചാലും കിട്ടാറില്ല, ഇനി വേണമെങ്കിൽ മോള് അശ്വിനെ വിളിച്ചോട്ടോ, അശ്വിൻ വല്ലപ്പോഴും എങ്കിലും ഒന്ന് ഫോൺ എടുത്തെന്നിരിക്കുമെന്ന്. ഞാൻ ആലോചിക്കും, ഈ ഓമി സ്കൂളിൽ പോവാൻ തുടങ്ങിയാലേ വല്ല സ്കൂളിൽ നിന്ന് ആരെങ്കിലും വിളിച്ച എന്ത് ചെയ്യും? സ്കൂള് തീർന്നു, കുട്ടിയെ വിളിക്കാൻ പറയണം, അശ്വിൻ ഇപ്പൊ വന്നു അശ്വിനും എടുക്കാറില്ല, ഓസിയുടെ കൂടെ ചേർന്നിട്ടാന്ന് തോന്നുന്നു. അതൊരു എനിക്കറിയില്ല, എപ്പോഴും ഫോൺ കയ്യിൽ കാണും പക്ഷെ വിളിച്ചാൽ എടുക്കില്ല. നിങ്ങൾ ആരും ഇത് ചോദിക്കാറില്ല, ഇത് എന്താ ഇങ്ങനെ ചെയ്യാത്ത? ചോദിക്കുമ്പോ അവള് പറയും സൈലന്റിലായിരുന്നു, കണ്ടില്ല, അറിയില്ല. പിന്നെ അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല, വേറെ വല്ല നാട്ടിലായിരുന്നെങ്കിൽ നമ്മൾ കത്തയക്കേണ്ടി വരും. പലരും ചോദിക്കൂലേ ഇഷാനയുടെ ജോലി എന്താ സത്യത്തിൽ, അപ്പൊ കണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്ന് പറയുന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് ഇനി ഫിലിം ആർട്ടിസ്റ്റ് ആണ് എന്ന് പറയുന്നത് സ്വയം സ്വപ്നം കണ്ടിട്ടുണ്ടോ? പണ്ട് മുതൽ എനിക്ക് അത് പറയാനാണ് താല്പര്യം. എനിക്ക് സോഷ്യൽ മീഡിയക്ക് അതിൻ്റെതായി, ഇപ്പൊ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വരുമാനം ഇല്ലായിരുന്നേനെ. ഐ എം സോ താങ്ക്ഫുൾ ടു സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, എസ്പെഷ്യലി യൂട്യൂബ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്റെ ഇൻകം ജനറേറ്റ് ആവുന്നത് ഇത്ര നാൾ അതിൽ കൂടെ തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോ ഞാൻ അതിനെ എനിക്ക് ഒരിക്കലും താഴ്ത്തി പറയാൻ ഒരു താല്പര്യവുമില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്റെ ആഗ്രഹം ഇസ് ടു ബി നോൺ ആസ് ആൻ ആക്ടർ, എ ഗുഡ് ആക്ടർ, എ ഗുഡ് പെർഫോമർ. ഇത് തന്നെയാണ് എന്റെ ആഗ്രഹം. അതിനൊരു തുടക്കം ആയിക്കോട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴെങ്കിലും അമ്മൂനോടോ അച്ഛനോടോ എന്തെങ്കിലും ഒരു ടിപ്പൊക്കെ ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് 2 ഫിലിമേ ആയുള്ളൂ, അപ്പൊ അങ്ങനെ ഭയങ്കര ടിപ്സ് ചോദിക്കാനായിട്ട് എനിക്ക് ഇത് ഭയങ്കര ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വളരെ ക്ലൂലെസ് ആവുന്ന സമയങ്ങളുണ്ട്. ലൈക്ക് ഓക്കെ, എനിക്കൊരു ഓഫർ വേണം, വീട്ടിൽ വേണമെങ്കിൽ കാത്തിരിക്കാം, ആരെങ്കിലും വിളിക്കും എന്ന്. പക്ഷെ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു സ്റ്റെപ്പ്, ലൈക്ക് വാട്ട് ആം ഐ സപ്പോസ് ടു ഡു എന്ന് ഞാൻ അമ്മൂനോട് ചോദിക്കാറുണ്ട്. അപ്പൊ അമ്മു പണ്ട് ഓഡിഷൻസ് എന്നൊക്കെ പോവാറുണ്ടായിരുന്നു. അപ്പൊ അമ്മു പറയും യു ക്യാൻ മേ ബി ട്രൈ ഫോർ ഓഡിഷൻസ്. പക്ഷെ ഞാൻ ഓൺലൈനിൽ എൻ്റെ എന്തൊക്കെയോ പെർഫോമൻസ് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ഞാനായിട്ട് പോയി ചെയ്തിട്ടില്ല ഇതുവരെ. മേ ബി അതുകൊണ്ടായിരിക്കാം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ എനിക്കൊന്നും കിട്ടാത്തത്. പക്ഷെ എന്നാലും ഇപ്പോ നമ്മള് ചെയ്ത 2 സിനിമകളും ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്, വലിയ ആർട്ടിസ്റ്റുകളുടെ സിനിമകളാണ്. അത് വളരെ ഇത് മതി എന്ന് ചിന്തിച്ചെടുത്ത് അതാണോ? അതായത് ഇപ്പൊ പല സിനിമകളും വേണ്ട എന്ന് വെച്ചതിൽ വലിയ ആർട്ടിസ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ടാണോ? അങ്ങനെ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? എനിക്ക് എന്റെ റോളിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ അതാ ഞാൻ നോക്കുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ എന്റെ ഈ 2 ഫിലിമിലും ഭയങ്കര റോൾ അല്ല, ബട്ട് ഐ ഹാഡ് ടു ഡു സം. എനിക്ക് വരുന്നതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ ചൂസ് ചെയ്താലേ പറ്റൂ. ഇപ്പൊ ഐ തിങ്ക് എന്റെ ഈ മൂവിയിൽ തന്നെ എന്റെ ഒരു 4-5 സീൻസ് ആക്ച്വലി കട്ടായി പോയി. ബട്ട് ദാറ്റ് ഇസ് ബിക്കോസ് മേ ബി ലെങ്ത് ഓഫ് ദ മൂവി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ മേ ബി അതും കൂടെ ഉണ്ടാകുന്നതിൽ കുറച്ചുകൂടി എനിക്ക് സ്ക്രീൻ ടൈം കിട്ടിയേനെ. ബട്ട് ഐ വാസ് ഫൈൻ. ഇന്നലെ ഞാൻ മൂവി കണ്ടു, എനിക്ക് ഞാൻ ചെയ്തത് അത്യാവശ്യം നല്ല പോലെ ഞാൻ ചെയ്തു എനിക്ക് തോന്നി. അത് നാട്ടുകാർക്കും തോന്നണം. ബട്ട് ഐ റിയലി വിഷ് ഇത് കണ്ടിട്ട്, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, എന്റെ ഈ മൂവിയിൽ ഇപ്പൊ എനിക്കൊരു ഭയങ്കര പെർഫോമൻസ് സ്കോപ്പ് ഇല്ല. അപ്പൊ എന്നെ ഒരാൾക്ക് കണ്ടിട്ട് ഈ കുട്ടി ഈ റോൾ നന്നായിട്ട് ചെയ്യും എന്ന് തോന്നുന്നു എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ റിയലി ഹോപ്പ് ആർക്കെങ്കിലും ഒന്ന് അങ്ങനെ തോന്നി ഒരു നല്ല ഓഫർ എനിക്ക് കിട്ടണമെന്ന്. ഇപ്പൊ എനിക്ക് എന്റെ തന്നെ ഒരു ആക്ടിങ് സ്കില്ല് എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയണമെങ്കിൽ എനിക്ക് അങ്ങനെ റോള് കിട്ടണം. സോ ഐ എം റിയലി വെയിറ്റിംഗ് അങ്ങനത്തെ ഒരു റോളിന്. കാരണം എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാതെ എനിക്ക് അഭിനയിക്കാൻ പറ്റും.